ഞാനിന്ന് രാവിലെ വീശപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വാഴയിലയിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പാട്ടുപരിചയത്തിലേക്ക് എല്ലാവരും വരിക, പെട്ടെന്ന് വരിക. നമുക്ക് പൊട്ടി കൂട്ടുകാരി അത് കുറച്ച് കറക്കി വന്നപ്പോഴത്തേക്ക് അത് ബാലൻസ് പോയി, അടപ്പ് തുറന്നു. നൂൽ വീശപ്പമാണ് ഉണ്ടാക്കുന്നത് വാഴയിലയിൽ. ഹലോ കൂട്ടുകാരെ, ഇത് ഒത്തിരി പാടുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് ഈ കറക്കരിക്കത്ര പോരാ. ഹലോ കൂട്ടുകാരെ, എൻ്റെ വീശപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നല്ല എളുപ്പമാണ് വാഴയില ഉണ്ടാക്കുമ്പോൾ. എണ്ണയൊന്നും പുരട്ടാൻ നിൽക്കേണ്ട, നമ്മൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ എല്ലാവരും വീശപ്പം ഉണ്ടാക്കുക. വാഴയിലയിൽ ഇഡ്ഡലി കുട്ടത്തിൽ വെച്ച് വീശപ്പം ഉണ്ടാക്കുക. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ കൊച്ചുമോനും പറഞ്ഞായിരുന്നു അവർക്ക് ഇടിയപ്പം വേണമെന്ന്. അപ്പോൾ ഞാൻ പറയും വീശപ്പം ഉണ്ടാക്കാം. അങ്ങനെ വീശപ്പം ഉണ്ടാക്കി. അപ്പോൾ ഇനി ഒരു കറി ഉണ്ടാക്കാം. നമുക്ക് കറിയല്ല, തേങ്ങാപ്പാലാണ്. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കാം, അത് നമുക്ക് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഒരു മോള് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ കൊച്ചുമോള് പറഞ്ഞു അവൾക്ക് തേങ്ങാപ്പാൽ വേണമെന്ന്. അങ്ങനെ പിന്നെ കൂറുകൂറായിരിക്കും തേങ്ങാപ്പാൽ ഞാൻ എടുത്തു കേട്ടോ. അതിലൊരു നുള്ളു ഉപ്പും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യുക. ഹലോ കൂട്ടുകാരെ, ഞാൻ അതിനൊപ്പം വീശപ്പത്തിന് കൂട്ടുകറിയും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകറിയും തേങ്ങാപ്പാലും കൂട്ടി നമുക്ക് മക്കൾക്ക് കൊടുക്കാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ വീശപ്പവും കൂട്ടുകറിയും തേങ്ങാപ്പാലും അപ്പോൾ നമുക്ക് കൊച്ചുങ്ങൾക്ക് കൊടുക്കാം അല്ലേ. അവർ നന്നായിട്ട് കഴിക്കട്ടെ. അപ്പോഴേ എനിക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എൻ്റെ കൂടെ കാണണം. എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.